ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രവേശന പരീക്ഷയാണ് നീറ്റ്. ഈ വർഷത്തെ നീറ്റ് എക്സാമിനേഷനിൽ മിന്നും വിജയം നേടിക്കൊണ്ട് രാജ്യത്തിൻ്റെയും കേരളത്തിൻ്റെയും ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെയും അഭിമാനമായി മാറിയ ഒരു കൊച്ചു മിടുക്കിയാണ് ഇന്ന് നമ്മോടൊപ്പം ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾക്ക് അയാളോട് വിശേഷങ്ങൾ അന്വേഷിച്ചറിയാം. മോളെ, എന്താണ് പേര്? ഹാനിയ ഷർമിൻ PK. ഓക്കെ, നാട്ടിലെവിടെയാണ്? വയനാടാണ്, സ്ഥലം വൈത്തിരിയാണ്. വീട്ടിലാരൊക്കെ ഉണ്ട്? ഉമ്മച്ചിയും ഉപ്പയും 3 സിബ്ലിങ്സും ആണുള്ളത്. എത്രയായിരുന്നു നമ്മുടെ ഈ വർഷത്തെ നീറ്റിന്റെ സ്കോറും റാങ്കും? എങ്ങനെയായിരുന്നു? 705 ആയിരുന്നു മാർക്ക്. റാങ്ക് വന്നത് 495 ആണ്. അതായത് 500 റാങ്കിനുള്ളിൽ ഒരാളായി മാറാൻ സാധിച്ചു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അപ്പോൾ ഇവിടുത്തെ പ്രിപ്പറേഷനെ പറ്റി പറയുകയാണെങ്കിൽ അപ്പോൾ അത്രയും നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് മാത്രം കിട്ടുന്ന ഒരു സ്കോറും റാങ്കുമാണിത്. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ നീറ്റ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ എപ്പോഴാണ് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവുന്നത്? അതിനുശേഷം എങ്ങനെയായിരുന്നു ഇതുവരെയുള്ള ജേണി ഒന്ന് വിശദമാക്കാനോ? എനിക്ക് ചെറുപ്പം മുതൽ ആഗ്രഹം ഉണ്ടായിരുന്നു, ബട്ട് അതിന് ശ്രമിക്കുന്ന +2 കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആദ്യം കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ടീച്ചേഴ്സിൻ്റെ ഇങ്ങനെ ടീച്ചിങ് സ്കിൽസും എല്ലാം കണ്ട് പിന്നെ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി. ലാസ്റ്റ് മോഡൽ എക്സാം ഒക്കെ ആയപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ നോക്കി. മാർക്ക് കയറി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ബട്ട് 700+ എന്ന് പറയുന്ന ഒരു മാർക്കിലേക്ക് എത്താൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. ബട്ട് ഹാപ്പിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ 700+ സ്കോർ എന്ന് പറയുന്നത് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റിയ ഒരു സ്കോറല്ല. അപ്പോൾ എങ്ങനെയായിരുന്നു പ്രിപ്പറേഷനൊക്കെ? അപ്പോൾ ഏതൊക്കെ ടെക്സ്റ്റ് ബുക്സ് ആണ് യൂസ് ചെയ്തത്, അല്ലെങ്കിൽ എന്തൊക്കെ എങ്ങനെയൊക്കെ പാറ്റേൺസ് ആണ് ഫോളോ ചെയ്തത്? ഞാൻ NCERT ആണ് പക്ക ചെയ്തത്. ബയോളജി ആണെങ്കിൽ NCERT കംപ്ലീറ്റ് ആയിട്ട് ഒരുപാട് പ്രാവശ്യം വായിക്കുമായിരുന്നു. ഫിസിക്സ് ഞാൻ NCERT വായിച്ചിട്ടില്ല, ബട്ട് വായിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. കെമിസ്ട്രിയും മൊത്തമായിട്ട് വായിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കലായിരുന്നു മെയിൻ പരിപാടി. ലാസ്റ്റ് മോഡൽ എക്സാം ഒക്കെ ടൈമിൽ ഈ ഷോർട്ട് നോട്ട്സ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ് ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കലായിരുന്നു മെയിൻ. പിന്നെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്യുമായിരുന്നു. ടെക്സ്റ്റ് ബുക്സ് ആയാലും ഇവിടുത്തെ സ്റ്റഡി മെറ്റീരിയൽ, വർക്ക് ബുക്ക്, സ്റ്റഡി പാക്കേജ്. പിന്നെ എനിക്ക് ടൈം ഉള്ളപ്പോൾ ഞാൻ MTGയോ അരിഹാന്തോ ഏതെങ്കിലും ഒക്കെ. അപ്പോൾ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരുന്നത് ബ്രില്യൻറ്റിൻ്റെ മെറ്റീരിയൽസ് തന്നെയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ടൈം ഉണ്ടെങ്കിൽ മാത്രം ബാക്കി നോക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ പഠിക്കുന്നത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എൻട്രൻസ് എഴുതുമ്പോൾ മോഡൽ എക്സാംസ് അല്ലെങ്കിൽ വീക്ക്ലി എക്സാംസ് എഴുതുക എന്നുള്ളത്, അല്ലേ? അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു വീക്ക്ലി എക്സാമിന് നല്ല റാങ്ക് കിട്ടുന്നുണ്ടാവും, അടുത്ത എക്സാമിന് ചിലപ്പോൾ അത്രയും നല്ല റാങ്ക് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ഈ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുമല്ലോ നമ്മുടെ മാർക്കിന്. അപ്പോൾ അത് ശരിക്കും നമ്മുടെ ഒരു സ്ട്രെസ്സ് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഈ സ്ട്രെസ്സിനെ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്? ഈ സ്ട്രെസ്സ് എനിക്ക് ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാരൻസിനെ വിളിക്കും. പാരൻസ് നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ ക്ലാസ് ടീച്ചർ സ്നേഹ മിസ് നന്നായിട്ടൊരു ഫ്രണ്ടിനെ പോലെ എല്ലാം പറഞ്ഞു തരും. ഇതിങ്ങനെ തന്നെയാണെന്ന് പറയും. ഇതൊക്കെ ഉണ്ടാവും, ഒരു പ്രാവശ്യം കുറഞ്ഞാലും അടുത്ത പ്രാവശ്യം കയറുമെന്ന് പറയും. അപ്പോൾ സ്നേഹ മിസ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ കോർഡിനേറ്റേഴ്സ് ആയാലും ഡയറക്ടേഴ്സ് ആയാലും എല്ലാവരും നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഹോസ്റ്റലിൽ വന്നിട്ടാണെങ്കിലും ഞാൻ A ബ്ലോക്കിലായിരുന്നു. അപ്പോൾ A ബ്ലോക്കിലാണെങ്കിലും അവർ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഏത് ഹോസ്റ്റലിലായിരുന്നു? ഞാൻ എമറാൾഡിലായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഹോസ്റ്റൽ ഫെസിലിറ്റീസ്? ഇപ്പോൾ എമറാൾഡിലാണെങ്കിൽ ഈ A ബ്ലോക്കിന് തൊട്ടടുത്തുള്ള ഹോസ്റ്റലാണ്. അപ്പോൾ നമുക്ക് റെഫറൻസ് സൗകര്യങ്ങളൊക്കെ പരമാവധി ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഹോസ്റ്റൽ ഫെസിലിറ്റിയും നമ്മുടെ റെഫറൻസ് സൗകര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് ഈ റാങ്ക് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഉപയോഗപ്പെട്ടതെന്ന് പറയാമോ? റെഫറൻസ് നല്ലതാണ്, പക്ഷെ ഞാൻ അധികം റെഫറൻസ് എടുത്തിട്ടില്ല. കാരണം ഹോസ്റ്റൽ തന്നെ എനിക്ക് നല്ലതായിരുന്നു. അപ്പോൾ ഹോസ്റ്റലാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാതെ റെഫറൻസിന് അധികം പോയി ഇരുന്നിട്ടില്ല. ബട്ട് എനിക്ക് അതിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഹോസ്റ്റൽ തന്നെയാണ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. ഇടയ്ക്ക് ബുക്സൊക്കെ ഒന്ന് മാറ്റണം എന്ന് തോന്നിയാലും ഹോസ്റ്റലായിരുന്നു എനിക്ക് നല്ലത്. ഓക്കെ, ഇപ്പോൾ ഒരുപാട് എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു എൻട്രൻസ് ക്രാക്ക് ചെയ്യാനായിട്ട് ബ്രില്യൻറ്റിനെ തന്നെ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? അത് എന്ന് വെച്ചാൽ ഒരുപാട് പേര് പോയ ഒരു എക്സ്പീരിയൻസ് അവർ പറയുന്നുണ്ട്. ഒട്ടും ടെൻഷൻ കൊടുക്കില്ല. അവർ തന്നെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യും, സപ്പോർട്ട് ചെയ്യും. ബ്രില്യൻ്റായിട്ട് ഞങ്ങൾക്ക് ടെൻഷനൊന്നും തരാറില്ല. ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ടെൻഷനാണ്. അപ്പോൾ
അതൊരു പിന്നെ ഇത്രയും ഫെസ്റ്റിവൽസ് ഒന്നും വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനും ഇല്ല. കാരണം ഫെയർവെൽ വരെ നടത്താറുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര റിലാക്സിങ് ആണ്. പിന്നെ അപ്പോൾ ഈ സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സസ് അല്ലാതെ ഇപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സിലുള്ള കുട്ടികൾക്കാണെങ്കിലും ഇവിടെ ബ്രില്യൻറ്റിൻ്റെ ഇ ലേണിംഗ് ആപ്പ് ആണെങ്കിലും അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇ ലേണിംഗ് ആപ്പ് പോലെയുള്ള ഫെസിലിറ്റീസ്, അതിൽ തന്നെ നമുക്ക് ഡൗട്ട് ക്ലിയറൻസിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ എങ്ങനെയാണ് ഇത്രയും നല്ലൊരു റാങ്കിലേക്ക് എത്താൻ ഹെൽപ്പ് ചെയ്തത്? ഡൗട്ട് ഒരുപാട് പേർക്ക് ഈ പ്രൊഫസേഴ്സിൻ്റെ മുമ്പിൽ പോയിട്ട് ഡൗട്ട് ചോദിക്കാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ അതിനൊക്കെ ഇ ലേണിംഗ് ആപ്പ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പിന്നെ ക്വസ്റ്റ്യൻസ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ലാസ്റ്റൊക്കെ ആകുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസിലാണ് നിൽക്കുക, തിയറി അങ്ങനെ നമ്മൾ നോക്കൂല. അപ്പോൾ ഇ ലേണിംഗ് ആപ്പിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റൊക്കെ ആകുമ്പോൾ പിന്നെ ക്വസ്റ്റ്യൻസ് മാത്രമായി. ഇ ലേണിംഗ് ആപ്പും ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ ഓൺലൈനിലെ സ്റ്റുഡൻസിലാണെങ്കിലും ഓഫ്ലൈനിലാണെങ്കിലും ഇ ലേണിംഗ് ആപ്പ് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ഒരു സ്റ്റഡി പാക്കേജിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു രീതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ ഇത്രയും കൃത്യമായിട്ട് നടത്തുന്ന മോഡൽ എക്സാംസ് ആണെങ്കിലും വീക്ക്ലി എക്സാംസ് ആണെങ്കിലും ഒക്കെ അല്ലേ. അപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും ആഴ്ചയിൽ വീക്ക്ലി എക്സാം നടത്തുന്ന ഒരു പാറ്റേൺ ആണ് നമുക്കുള്ളത്. അപ്പോൾ ഇത്രയും വീക്ക്ലി എക്സാംസും അതോടൊപ്പം തന്നെ ഒരുപാട് മോഡൽ എക്സാംസും ഒക്കെ എഴുതുന്നത്, അപ്പോൾ അത്രയും എക്സാംസ് എഴുതിയത് അവസാനത്തെ നീറ്റ് എക്സാം എഴുതിയപ്പോൾ എങ്ങനെയാണ് ഉപകാരപ്പെട്ടത്? അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു മോഡൽ എക്സാം എഴുതുന്നത് പോലെ തന്നെയാണോ തോന്നിയത് നീറ്റ് എഴുതിയപ്പോൾ? എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല, അതായിരുന്നു ഏറ്റവും വലിയ കാര്യം. മോഡൽ എക്സാം എഴുതുന്ന പോലെ തന്നെ എനിക്ക് എഴുതാൻ പറ്റി. ആദ്യം ബ്രില്യൻറ്റിൽ എക്സാം പോലെ തന്നെ ഉണ്ടായിരുന്നു. കാരണം ഏകദേശം ക്വസ്റ്റ്യൻസ് ഇവിടെ കണ്ട ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ വലുതായിട്ട് ചിന്തിക്കാനോ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് കാൽക്കുലേഷൻ ചെയ്യുക, ആൻസർ മാർക്ക് ചെയ്യുക, അതായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത്രയും ഈസി ആയിരുന്നു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ. ഇപ്പം നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് 3 സബ്ജക്ട്സ് ആണല്ലോ ഉള്ളത്. അപ്പോൾ തുടക്കത്തിലാണെങ്കിലും അല്ലെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് വരുമ്പോഴും ഏതിനാണ് കൂടുതൽ സ്ട്രെസ് കൊടുത്ത് പഠിച്ചത്? അല്ലെങ്കിൽ ഏതായിരുന്നു കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റ് എന്ന് പറയാൻ ഏതായിരുന്നു ഉണ്ടായിരുന്നത്? ബയോളജി ആയിരുന്നു. അപ്പോൾ ഞാൻ ബയോളജി മാക്സിമം വായിക്കുമായിരുന്നു. ഷോർട്ട് നോട്ട്സ് ഒന്നും ഉണ്ടാക്കാതെ തന്നെ വായിക്കായിരുന്നു. കാരണം ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കിയാൽ അത് മാത്രമായിട്ട് പോകുമെന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് മാക്സിമം ഞാൻ വായിക്കുമായിരുന്നു. ലാസ്റ്റ് ഡേ വരെ ഞാൻ എക്സാമിൻ്റെ അന്ന് പോകുമ്പോൾ വരെ ഞാൻ ബയോളജി വായിച്ചിട്ടുണ്ട്. അപ്പോൾ ബയോളജി മാക്സിമം വായിക്കുക. പിന്നെ ഫിസിക്സ് എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്ക് അറിയാത്ത തിയറീസ് ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് അതായത് ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടാണ് കൂടുതൽ തിയറി പഠിച്ചുകൊണ്ടിരുന്നത് അവസാനമായപ്പോഴേക്കും. കൺസെപ്റ്റ് നോക്കിയിട്ടായിരിക്കും ആദ്യമൊക്കെ ചെയ്യുന്നത്. പിന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് ഏതെങ്കിലും മറന്നു വരുന്നുണ്ടെങ്കിൽ പിന്നെയും പോയി ഒന്ന് നോക്കും. അപ്പോൾ 2024 നീറ്റ് എക്സാമിന് ഇത്രയും നല്ലൊരു റാങ്ക് കിട്ടി. അപ്പോൾ ഇനി 2025 നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് കുട്ടികളെ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ടില്ലേ. അപ്പോൾ നിങ്ങളുടെ ജൂനിയേഴ്സായിട്ട് ഇവിടെ പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു 700+ സ്കോർ ചെയ്യാന്നുള്ള ലക്ഷ്യത്തോടെയാണ് അവരെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? അതായത് എങ്ങനെയൊക്കെ പഠിക്കണം അല്ലെങ്കിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടൊരു അഡ്വൈസ് കൊടുക്കാനുണ്ടെങ്കിൽ എന്തായിരിക്കും പറയുക? ഞാൻ പറയാം ബ്രില്യൻറ്റിൻ്റെ കൂടെ പോകുക എന്നുള്ളതാണ്. ബ്രില്യൻറ്റിൻ്റെ ടൈം ടേബിളിൻ്റെ കൂടെ പോവുക. സ്വന്തമായിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കണം എന്ന് ഞാൻ പറയും. ഞാൻ ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല. ബ്രില്യൻറ്റിൻ്റെ ടൈം ടേബിൾ അനുസരിച്ച് വീക്ക്ലി എക്സാം കോൺസെൻട്രേറ്റ് ചെയ്ത് ഡെയിലി ടോപ്പിക്സ് പഠിച്ച് മോഡൽ എക്സാം നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ലാസ്റ്റ് ഒരു എക്സാം എഴുതുക. ലാസ്റ്റ് എക്സാമിന് മുമ്പ് ടെൻഷൻ ഇല്ലാതെ പോവുക. കാരണം അന്ന് ടെൻഷൻ അടിച്ചതുകൊണ്ട് മാർക്ക് കൂടുമോ കുറയും. പക്ഷേ കാരണം ആ ടെൻഷൻ കൊണ്ട് നിങ്ങൾ ഒരുപാട് മിസ്റ്റേക്സ് അവിടെ വരുത്തും. അപ്പോൾ അന്ന് ടെൻഷൻ ഇല്ലാതെ പോകാം. അന്ന് ടെൻഷൻ അടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയും നല്ലൊരു സ്കോർ കിട്ടി. ഇനി ഭാവി പരിപാടി എന്താണ്? എവിടെ ജോയിൻ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? അത് ഇതുവരെ തീരുമാനമായില്ല. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി ഇനി ആലോചിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും 2024 നീറ്റ് പരീക്ഷയിൽ വളരെ വലിയൊരു വിജയം കരസ്ഥമാക്കിയ നമ്മുടെ നാട് തന്നെ അഭിമാനമായി മാറിയ ഒരു കൊച്ചുമിടിക്കാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ട് എഴുതുന്ന എല്ലാ എക്സാമുകളിലും ഇനി ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളിലും ഇതുപോലെ തന്നെ വളരെ വലിയൊരു വിജയം തേടിയെത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.